എല്ലാ മക്കൾക്കും മിരുട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. SSC-GDയുടെ 2024-25 വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇന്നു മുതൽ തുടങ്ങി ഒക്ടോബർ 5 വരെ ആയിരിക്കും എന്ന പ്രതീക്ഷയോട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട വാർത്തയില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ അറിവ് നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ അറിവുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് 27 ആഗസ്റ്റിന് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്ന നോട്ടിഫിക്കേഷൻ ഇന്ന് ഉണ്ടാവില്ല എന്ന് SSC ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പകരം അടുത്ത മാസം 5-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം 5-ാം തീയതി ആയിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വരിക. അപ്പോൾ എല്ലാവരും ഇന്ന് രാത്രി മുതൽ ആപ്ലിക്കേഷനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാത്ത് ആപ്ലിക്കേഷൻ അയക്കാൻ കാത്തിരിക്കേണ്ട. നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന തയ്യാറെടുപ്പുകൾ അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോവുക. അതോടൊപ്പം ഓർക്കുക, അടുത്ത മാസം 5-ാം തീയതി അപേക്ഷകൾ പുറത്തു വരുള്ളൂ. ആ അപേക്ഷകൾ വന്നതിന് ശേഷം തീർച്ചയായും എല്ലാവരും അപേക്ഷിക്കാൻ മറക്കരുത്. 2023-24 വർഷത്തെ ഫിസിക്കലിന്റെ തീയതികൾ കൂടി അടുത്ത മാസത്തേക്ക് ഉണ്ടാകും. അടുത്ത മാസം അവസാനത്തോടു കൂടി ആ ഫിസിക്കൽ കൂടി തുടങ്ങും. അതുകൊണ്ട് എല്ലാ മക്കളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടി നടത്താം. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ തവണ വരെ SSCയുടെ www.ssc.nic.in എന്ന സൈറ്റിലൂടെയായിരുന്നു നമ്മൾ നോട്ടിഫിക്കേഷൻ കണ്ടത്, അപേക്ഷ അയച്ചിരുന്നെങ്കിൽ. ഇത്തവണ SSC അതിന്റെ സൈറ്റിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് www.gov.in എന്ന സൈറ്റിലായിരിക്കും ഇനി മുതൽ നിങ്ങൾ ഓൺലൈൻ അപേക്ഷകൾ അയക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം മറ്റൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെ കയ്യിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് വെബ്കാം മുഖാന്തരമോ ലാപ്ടോപ്പിലോ അങ്ങനെയുള്ള ക്യാമറകളിൽ നിന്ന് ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോകൾ നിങ്ങൾക്ക് കൃത്യമായി ലൈവ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, ആ സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ആയി ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം. കണ്ണടകളോ അല്ലെങ്കിൽ ക്യാപ്പോ ധരിച്ചിട്ടുള്ളവയായിരിക്കാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആകാൻ പാടില്ല. വൈറ്റ് കളർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രതലത്തിലായിരിക്കണം നിങ്ങളെ ഫോട്ടോ എടുക്കേണ്ടതും അപ്ലോഡ് ചെയ്യേണ്ടതും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം ഒരു 1 ടൈം രജിസ്ട്രേഷൻ എല്ലാവരും പൂർത്തിയാക്കണം. ഈ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ഈ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ അതിന്റെ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഈ 1 ടൈം രജിസ്ട്രേഷന്റെ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ SSCയുടെ സൈറ്റിൽ എൻട്രി ആകാൻ കഴിയുള്ളൂ. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞ് വരുന്ന ആപ്ലിക്കേഷൻ അയക്കണമെങ്കിലും ഇതേ രജിസ്ട്രേഷൻ നമ്പറും ഇമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമാകും. അതുകൊണ്ട് എവിടെ നിന്ന് നിങ്ങൾ അപേക്ഷ അയച്ചാലും ഈ ഐഡിയും പാസ്വേഡും കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാവിധ ഭാവുകങ്ങളും തരുന്നു. കൃത്യമായി SSC-GD 2025 വരുന്നുണ്ട്. വളരെ വലിയ വേക്കൻസികളുമായി വരും എന്ന് വിവിധ യൂട്യൂബ് ചാനലുകൾ വരുന്നുണ്ട്. അവയെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കാം, വിശ്വാസത്തിലെടുക്കാതിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, കഴിഞ്ഞ തവണ 26,000 വേക്കൻസി എന്നുള്ളത് വർദ്ധിച്ച് 45,000 ആയതുപോലെ ഇത്തവണ കുറവ് വേക്കൻസിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ആ വേക്കൻസികൾ വർദ്ധിക്കും. വളരെ വലിയൊരു വേക്കൻസികൾ തന്നെ വരും. അത് നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി, ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് എന്റേതാണ് എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾക്ക് SSC-GD 2025 സംബന്ധിച്ച്, അപേക്ഷകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ചാനലിന്റെ താഴെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സേവനം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ അപേക്ഷകൾ സമർപ്പിക്കേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും, വയസ്സ്, വേക്കൻസി, അപേക്ഷിക്കേണ്ട വിധങ്ങൾ, അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായ അതിലൂടെ നിർദ്ദേശങ്ങൾ തരുന്നതാണ്. താല്പര്യമുള്ളവർ ആ വാട്സാപ്പിൽ ഇന്ന് മുതൽ ജോയിൻ ചെയ്യാനുള്ള കഴിയുന്നതാണ്. ആ വാട്സാപ്പ് കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും ഒന്നുകൂടി ഓർക്കുന്നു, അടുത്ത മാസം 5-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. 5-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ അപേക്ഷ അയക്കണം. ഓർക്കണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന 10-ാം തരം പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ ആ വേക്കൻസി ഉള്ള ഒരു ആണ് SSC-GD എന്നുള്ളത്. അപ്പോ അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.